ഹലോ ഓൾ ഓഫ് യു. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ആൻഡ് ഇവിടെ ഒരു മേജർ ചേഞ്ച് ഉണ്ട്. ആൻഡ് ദാറ്റ് ചേഞ്ച് ഇസ് ബേസിക്കലി സെക്ഷൻ 74A. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി സെക്ഷൻ 73യും അതുപോലെ സെക്ഷൻ 74 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ബേസിക് ഡിമാൻഡ് ആൻഡ് റിക്കവറി നമ്മൾ അതിന്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങൾ 73, 74. ഓക്കെ, ഇപ്പൊ എന്താണ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 73, 74 എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് ആക്ച്വലി ഇനി 2023, 24 വരെ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഓൾറൈറ്റ്, അതായത് 2023, 24 വരുന്ന ടാക്സ് ഇവേഷൻ കേസുകൾ, ടാക്സ് ഷോർട്ട് പെയ്ഡ്, നോൺ പെയ്ഡ്, ഇറോണിയസ് റീഫണ്ട്, റോങ് അവൈൽമെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഐറ്റീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് 23, 24 ഫിനാൻഷ്യൽ ഇയർ വരെ, അതായത് 23, 24 ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്തിട്ടുള്ള ഈ പറയുന്ന കേസുകൾ, ഇതിനെ നമ്മൾ ക്ലാസ്സിൽ ചുരുക്കി സ്ന്യൂ എന്ന് വിളിക്കാറുണ്ട് അല്ലെ? ടാക്സ് ഷോർട്ട് പെയ്ഡ്, നോൺ പെയ്ഡ്, ഇറോണിയസ് റീഫണ്ട്, റോങ് അവൈൽമെന്റ് നമ്മൾ ജസ്റ്റ് സ്ന്യൂ എന്ന് വിളിക്കാറുണ്ടല്ലോ അല്ലെ? ഞാൻ എന്റെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. പെട്ടെന്ന് എപ്പോഴും നമ്മൾ ഈ ഷോർട്ട് പെയ്ഡ്, നോൺ പെയ്ഡ് എന്ന് പറയുന്ന സ്ന്യൂ എന്ന് പറയും അല്ലെ? അപ്പോൾ ഈ കേസ് 2023, 24 വരെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 73, 74 തന്നെയായിരിക്കും. എന്നാൽ 2024, 25 മുതൽ ഈ പറയുന്ന സ്ന്യൂ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് സെക്ഷൻ 74A ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാനിവിടെ ബാക്കിയുള്ള പല ക്ലാസ്സുകളിലെയും അമെൻമെന്റ് വീഡിയോസ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 73, 74 എന്ന് പറഞ്ഞ സെക്ഷൻസ് പല വേറെ സെക്ഷനുകളിലും റെഫർ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഉള്ള അമെൻമെന്റ് എന്താണ്? ഇപ്പൊ 74A കൂടെ നോക്കണം. അതാണ് മേജർ ചേഞ്ച്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് സെക്ഷൻ 74A? ഇതെന്താണ് സംഭവം? ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ 74A എന്താന്നുള്ളത് ക്ലോസ് ബൈ ക്ലോസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സെക്ഷന്റെ പേര് ഒന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഹെഡിങ് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കാം. എന്നിട്ട് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പെയ്ഡ്, ടാക്സ് നോട്ട് പെയ്ഡ്, ഷോർട്ട് പെയ്ഡ്, erroneously refunded, or input tax credit wrongly availed or utilized for any reason pertinent to financial year 24, 25 onwards. ഇതാണ് സെക്ഷൻ 74A ഹെഡിങ്. ഓൾറൈറ്റ്, ഫൈൻ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായി. ഹെഡിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇറ്റ്സ് ഫോർ എനി റീസൺ, അതായത് ഫ്രോഡ്, നോൺ ഫ്രോഡ് എന്നൊരു കാറ്റഗറൈസേഷൻ ഇല്ല. ഇറ്റ്സ് പെർട്ടൈൻ ടു ഫിനാൻഷ്യൽ 2024, 25 ഓൺവേർഡ്സ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് സ്ക്രൂട്ടിനി നടത്തി. അതിൽ പ്രകാരം സ്ന്യൂ ഉണ്ടെന്ന് കണ്ടു. അതിനൊന്നും മാറ്റമില്ല കേട്ടോ. ഈ ഷോർട്ട് പെയ്ഡ്, നോൺ പെയ്ഡ്, ഇറോണിയസ് റീഫണ്ട്, റോങ് അവൈലമെന്റ് ഓഫ് ഐറ്റീസിനൊന്നും മാറ്റമില്ല. അപ്പൊ സ്ന്യൂ ഉണ്ടെന്ന് കണ്ടെത്തി. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇതാണ്, മിനിമം 1000 രൂപയെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിലേ 74A ട്രിഗർ ചെയ്യുള്ളൂ. ഇങ്ങനെ നമ്മൾ 73, 74 പഠിച്ചിട്ടില്ല അല്ലെ? അപ്പൊ 73, 74 മിനിമം ഡിഫോൾട്ട് എത്രയാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മിനിമം 1000 രൂപയെങ്കിലും വേണം. 1000-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ 74A ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യില്ല. ഓക്കെ, ഫൈൻ. ഓഫ് കോഴ്സ് ഷോക്കോസ് നോട്ടീസ് വരും. ഷോക്കോസ് നോട്ടീസിൽ വ്യക്തമായിട്ട് ടാക്സ്, ഇൻട്രസ്റ്റ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പെനാൽറ്റി അല്ലെ ഇൻഫർമേഷൻ ഷോക്കോസ് നോട്ടീസിൽ വേണം. ഷോക്കോസ് നോട്ടീസ് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് ഓർഡർ വരും. ഓക്കെ, ഓർഡർ 74A. ഇനി ഈ ഷോക്കോസ് നോട്ടീസിനകത്ത് പെനാൽറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ പെനാൽറ്റീനെ നമ്മൾ രണ്ട് റീസൺ ആയിട്ട് തിരിക്കുകയാണ്, ഫ്രോഡ് കേസും നോൺ ഫ്രോഡ് കേസും. അതായത് 73, 74 എന്ന രണ്ട് സെക്ഷൻ വെക്കുന്നതിന് പകരം ഇവിടെ 74A അകത്ത് തന്നെയാണ് ഫ്രോഡും നോൺ ഫ്രോഡും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി ഫ്രോഡ് കേസ് ആണെങ്കിൽ പെനാൽറ്റി വരാൻ പോകുന്നത് 100% സ്ന്യൂ ആണ്. ഇതും അവിടെ സെയിം ആയിരുന്നില്ലേ? നോൺ ഫ്രോഡ് കേസ് ആണെങ്കിൽ പെനാൽറ്റി വരാൻ പോകുന്നത് സ്ന്യൂവിന്റെ 10% ഓർ 10,000 വിച്ച് എവർ ഇസ് ഹയർ. ഇതും സെയിം ആയിരുന്നു. ഓക്കെ, അപ്പൊ ഫ്രോഡ് കേസ്, നോൺ ഫ്രോഡ് കേസ്. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം നോൺ ഫ്രോഡ് കേസ് എടുക്കാം. നോൺ ഫ്രോഡ് കേസിൽ സ്ന്യൂ ഉണ്ട് അല്ലെ? സ്ന്യൂ ഉണ്ടെങ്കിൽ ഷോക്കോസ് നോട്ടീസ് വരും. ഷോക്കോസ് നോട്ടീസ് വരുന്നതിന് മുന്നേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് വരുന്നതിന്റെ 60 days ബാക്കിലേക്ക്, അപ്പോൾ നോൺ ഫ്രോഡ് കേസിലെ സ്ന്യൂ സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ട് ഷോക്കോസ് നോട്ടീസ് വന്നു. നിങ്ങൾക്ക് ആക്ച്വലി ഈ ഷോക്കോസ് നോട്ടീസ് വരുന്നതിന് മുന്നേ തന്നെ കയറിയിട്ട് വോളണ്ടറി ആയിട്ട് ടാക്സും ഇൻട്രസ്റ്റും അടയ്ക്കാം. ഓക്കെ, അങ്ങനെ ടാക്സ് ഇൻട്രസ്റ്റ് അടച്ചാലുള്ള ഗുണം എന്താണ്? നമുക്ക് പെനാൽറ്റി ഒന്നും വരത്തില്ല. അത് അവിടെ കണ്ട പോലെ തന്നെ. പക്ഷെ
ഇവിടെ 74A സെയിം കാര്യം പറയുന്നു, സെയിം ആണ്. ഇനി ഷോ കോസ്റ്റ് നോട്ടീസ് വന്നിട്ട് നിങ്ങൾ ഒരു 60 ഡേയ്സിനകം അടക്കുകയാണെങ്കിൽ, ഇത് ഡേയ്സ് ഡിഫറൻസ് ഉണ്ട് അല്ലെ, അവിടെ നമ്മൾ 30 ആണ് കണ്ടത്, ഇവിടെ 60 ഡേയ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഷോ കോസ്റ്റ് നോട്ടീസ് വന്നിട്ട് 60 ഡേയ്സിനകമാണ് നിങ്ങൾ അടക്കുന്നതെങ്കിലും എഗെയിൻ സെയിം കഥ, ദർ വിൽ ബി നോ പെനാൽറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ വോളണ്ടറി ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഷോ കോസ്റ്റ് നോട്ടീസ് വരില്ല കേട്ടോ. ഷോ കോസ്റ്റ് നോട്ടീസ് വന്നതിന് ശേഷം നിങ്ങൾ വോളണ്ടറി ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഒന്നും അടക്കണ്ട, നിങ്ങൾ ടാക്സ് ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പിന്നെ അങ്ങോട്ടുള്ള പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ആവും, ഓർഡർ വരികയോ പെനാൽറ്റി ചാർജ് ഒന്നും ചെയ്യത്തില്ല. ക്ലിയർ? ഇനി ആ ഒരു 60 ഡേയ്സിന് ശേഷം നിങ്ങൾ എപ്പോ ഇത് അടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിലും, ഓൾറൈറ്റ്, യു ഹാവ് ടു പേ പെനാൽറ്റി, ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി 10% ഓഫ് ന്യൂ ഓർ 10,000 whichever is higher. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് നിങ്ങൾ ഇത് നമ്മൾ ആദ്യം കണ്ട ഈ പ്രൊവിഷൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. 74 നമുക്ക് സെപ്പറേറ്റ് നോട്ട് കൂടെ വെക്കാമല്ലോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ഡൺ. ഓക്കെ ഫൈൻ. ഇനി ഇതേ കാര്യം വാട്ട് അബൌട്ട് ഫ്രോഡ് കേസ്? ഫ്രോഡ് കേസിൽ ഇങ്ങനെ പെനാൽറ്റി വേവർ ഉണ്ടോ? ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് വെരി സിമിലർ ടു വാട്ട് വി സ്റ്റഡീഡ് ഇൻ 74. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ ഷോ കോസ്റ്റ് നോട്ടീസ് മുന്നേ നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വോളണ്ടറി ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫ് ടാക്സ് പെനാൽറ്റി അടച്ചാൽ മതി. ടാക്സ് മീൻസ് ബേസിക്കലി ന്യൂ എമൗണ്ട് കേട്ടോ. അവിടെ ഇത് തന്നെ ആയിരുന്നില്ലേ? അതെ, 74 സെയിം തന്നെ. ഇനി ഷോ കോസ്റ്റ് നോട്ടീസ് വന്നതിന് ശേഷമാണെങ്കിലോ നിങ്ങൾക്ക് വീണ്ടും 60 ദിവസം ഉണ്ട്. ആ 60 ദിവസം കൊണ്ട് നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25% ഓഫ് ടാക്സ് ആയിരിക്കും പെനാൽറ്റി ആയിട്ട് വരിക, വിച്ച് മീൻസ് ഓൾ പ്രൊസീഡിംഗ്സ് വിൽ ബി ഡ്രോപ്ഡ്. ആദ്യം നിങ്ങൾ ആ 15% ഓഫ് ടാക്സ് വോളണ്ടറി ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ നിങ്ങൾക്ക് ഷോ കോസ്റ്റ് നോട്ടീസ് വരില്ല. നിങ്ങൾ ഷോ കോസ്റ്റ് നോട്ടീസ് വന്നിട്ട് 60 ഡേയ്സിനകമാണ് അടയ്ക്കുന്നുണ്ടെങ്കിൽ 25% ആണ് പെനാൽറ്റി അടയ്ക്കുക. പെനാൽറ്റി വരും, പക്ഷേ ഇനി അങ്ങോട്ടുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഡ്രോപ്പ് ആവും. ഇനി നിങ്ങൾ ഓർഡർ വന്നിട്ട് 60 ഡേയ്സിനകമാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പെനാൽറ്റി 50% ഓഫ് ടാക്സ് ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു വാട്ട് വി സ്റ്റഡീഡ് ഇൻ 74. ദ ഡിഫറൻസ് ഇസ് ദ ഡേയ്സ്. അവിടെ 30 ആണ്, ഇവിടെ 60 ആണ് വരുന്നത്. അപ്പോൾ ഓർഡർ വന്നിട്ട് 60 ഡേയ്സിനകമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% ഓഫ് ടാക്സ് ആണ് പെനാൽറ്റി അടയ്ക്കാം, സെയിം. ഇനി അതിനുശേഷം നിങ്ങൾ എപ്പോൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിലും പെനാൽറ്റി ഇസ് ഗോയിങ് ടു ബി 100% ഓഫ് ടാക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തെടുത്തോളൂ. ഡൺ. ഓഫ് കോഴ്സ് അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് മനസ്സിലാക്കേണ്ടത് ടൈം ലിമിറ്റ് എന്താണെന്നാണ് അറിയേണ്ടത് അല്ലെ. ലെറ്റ്സ് ട്രൈ ടു സീ. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഒരു ഫിനാൻഷ്യൽ എടുക്കുന്നു 2024-25 കറക്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്, കാരണം 24-25 മുതലാണല്ലോ ഈ 74 ട്രിഗർ ചെയ്യുന്നത്. യെസ്, ആ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഒരു സ്ന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഈ ചെറുതാക്കി എഴുതിയിരിക്കുകയാണ്. ഈ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് മാറ്റാം അല്ലേ. അതിന്റെ കാരണം നിങ്ങൾക്ക് 73-74 മനസ്സിലാക്കി കാണും. ഈക്ക് വേറെ ടൈം ലിമിറ്റ് ആണ് അല്ലെ വരുന്നുണ്ട്. അപ്പോൾ സ്ന്യൂ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെദർ ഇറ്റ്സ് ഫോർ വെദർ ദ റീസൺ ഇസ് ഫ്രോഡ് ഓർ നോട്ട്, ടൈം ലിമിറ്റ് സെയിം ആണ്. അതാണ് ഇവിടുത്തെ ക്യാച്ച്. എത്ര ടൈം ലിമിറ്റ്? ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയലിൽ ഡ്യൂ ഡേറ്റ് എടുക്കുക. ഇതും അവിടെ സെയിം ആയിരുന്നു. ഇനിയാണ് വ്യത്യാസം. അവിടെ നിന്ന് നിങ്ങൾ 42 മാസം എടുക്കാം. 42 മാസം. 42 മാസം എന്ന് വെച്ചാൽ 3.5 വർഷം, 3 years and 6 months ആണ് ടൈം ലിമിറ്റ്. നിങ്ങൾ 42 മാസം എടുക്കുക. ഇതിനകമായിരിക്കണം എന്ത് വരേണ്ടത്? ഷോ കോസ്റ്റ് നോട്ടീസ് വരേണ്ട ടൈം ലിമിറ്റ് വിത്തിൻ 42 months. അപ്പൊ അവിടെ നമ്മൾ കണ്ട 2 year 9 month, 4 year 6 month അവരുടെ ഒക്കെ മാറി 3 year 6 month. ഒറ്റ ഡേറ്റ്, ഇതിന് വേറെ മാറ്റമൊന്നുമില്ല. ഇതിനകം ഷോ കോസ്റ്റ് നോട്ടീസ് വരണം. ഓക്കെ, ശരി. ഇനി ഷോ കോസ്റ്റ് നോട്ടീസ് വന്നു. വാട്ട് അബൌട്ട് ഓർഡർ? ഓർഡർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ 73-74 ഓർഡറിന്റെ ഡേറ്റും നമ്മൾ പഠിച്ചത് ആനുവൽ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ് മുതൽ എടുത്തത് അല്ലെ. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഓർഡർ എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഷോ കോസ്റ്റ് നോട്ടീസ് ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ആ ഡേറ്റിന്റെ കൂടെ വിത്തിൻ 12 months, കുറച്ചും കൂടി ഈസിയർ ആയില്ലേ. ഷോ കോസ്റ്റ് നോട്ടീസ് ഡേറ്റ് കൂടെ വിത്തിൻ 12 monthsനകമായിരിക്കണം എന്ത് വരേണ്ടത്? ഓർഡർ വരേണ്ടത്. ഓക്കെ, അപ്പൊ ന്യൂ സംഭവിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ
ആനുവൽ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് മുതൽ വിത്തിൻ 42 months ആണ് ഷോക്ക് കോസ് നോട്ടീസ് വരിക. വൺസ് ഷോക്ക് കോസ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ വിത്തിൻ 12 months ആണ് ഓർഡർ വരിക. ഓക്കെ, ഫൈൻ. ഇനി ഈ പറയുന്ന 12 months എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഗവൺമെന്റിന് ഒരു 6 months കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 18 months വരെ ആവാം. ഇതൊക്കെ വായിക്കാം. അത് ടൈം ലിമിറ്റ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഓർക്കേണ്ട കാര്യം, ഇത് സംഭവിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇ ആണെങ്കിൽ, സ്ന്യൂലെ ഇ എന്താ എറോനിയസ് റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെയാണെന്ന് ടൈം ലിമിറ്റ് ശ്രദ്ധിക്കുക. ആ എറോനിയസ് റീഫണ്ട് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഒന്നും പ്രസക്തിയില്ല. നിങ്ങൾ നേരെ ആ എറോനിയസ് റീഫണ്ട് 42 months എടുക്കുക. അവിടെ കണ്ട പോലെ തന്നെ. ഓൾറൈറ്റ്, അത് 3 years 6 months അതിനകമായിരിക്കും ഷോക്ക് കോസ് നോട്ടീസ് വരിക. ഷോക്ക് കോസ് നോട്ടീസ് വന്നിട്ട് വിത്തിൻ 12 months ആയിരിക്കും ഓർഡർ വരിക. ഓർഡർ ക്യാൻ ബി ദ ടൈം ലിമിറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ബൈ 6 months ഫോർ ദി ഓർഡർ. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. നമുക്ക് ഓരോരോ പ്രൊവിഷൻ വായിച്ച് പോവാം. അതിന് മുമ്പ് ബ്രീഫായിട്ട് കാര്യങ്ങൾ കാണിച്ചു തന്നോളൂ. ഓക്കെ, സോ യു ക്യാൻ ഫസ്റ്റ് നോട്ട് ഡൗൺ ദീസ് ടൈം ലിമിറ്റ്സ്. അതിനുശേഷം ഇത് നോട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഓവറോൾ പിക്ചറായി. ഇനി നമുക്ക് 1 by 1 ആയിട്ട് വായിച്ച് എന്തൊക്കെയാണെങ്കിലും സബ്സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം 74A. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സബ്സെക്ഷനും വായിക്കാം. ഇതൊരു അമെന്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ സബ്സെക്ഷനും ഇൻഡെപ്ത് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ നമുക്ക് പോകാം. ആദ്യം 74A1, where it appears to the proper officer that any tax has not been paid or short paid or erroneously refunded, or where ITC has been wrongly availed or utilized, he shall serve notice on the person chargeable with tax which has not been paid or which has been short paid, or to whom the refund has erroneously been made, or who has wrongly availed or utilized the ITC, requiring him to show cause as to why he should not pay the amount specified in the notice, along with interest payable thereon under Section 50, and a penalty leviable under the provisions of this Act or the rules made thereunder. Easy. അപ്പോൾ സ്ന്യൂ ഉണ്ടെങ്കിൽ ഷോക്ക് കോസ് നോട്ടീസ് അയക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഷോക്ക് കോസ് നോട്ടീസ് എന്താണ്? കാരണം കാണിക്കൽ നോട്ടീസ്. അപ്പോൾ ഷോക്ക് കോസ് നോട്ടീസിന്റെ മറുപടി ആയിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കണ്ട എന്നവർ മറുപടി പറയണം. ഓക്കെ, provided that no notice shall be issued if the tax which has not been paid or short paid or erroneously refunded, or where the ITC has been wrongly availed. ഇതിങ്ങനെ എപ്പോഴും പറയാൻ ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ നമ്മൾ സ്ന്യൂ എന്ന വാക്കുണ്ടാക്കിയത്, അല്ലെ? ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഈസ് ലെസ് ദാൻ 1000 rupees. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ സ്ന്യൂ എമൗണ്ട് 1000 രൂപയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യില്ല? ഷോക്ക് കോസ് നോട്ടീസ് അയക്കില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ ബ്രീഫ് ആയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അടുത്തത് 74A2, ദി പ്രോപ്പർ ഓഫീസർ ഷാൾ ഇഷ്യൂ ദ നോട്ടീസ് അണ്ടർ സബ്സെക്ഷൻ 1, ഇപ്പൊ പറഞ്ഞ സബ്സെക്ഷൻ 1, വിത്തിൻ 42 months from the due date for furnishing of annual return for the financial year to which the tax not paid or short paid or input tax credit wrongly availed or utilized relates to, or within 42 months from the date of erroneous refund. Easy. എറോണിയസ് റീഫണ്ടിന്റെ കാര്യം ആണെങ്കിൽ 42 months ഫ്രം ദ ഡേറ്റ് ഓഫ് റീഫണ്ടും ബാക്കിയൊക്കെ ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് മുതലും. ഓക്കെ, ഫൈൻ. എക്സ്പ്രഷൻ ബ്രീഫായി കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്തത് 74A3, where a notice has been issued for any period under subsection 1, the proper officer may serve a statement containing the details of tax not paid or short paid or erroneously refunded, or the ITC wrongly availed or utilized. SNU. Okay, for such periods other than those covered in subsection 1 on the person chargeable with tax. എന്താ സംഭവം മനസ്സിലായി? നമ്മൾ 73-74 കണ്ടില്ലായിരുന്നോ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്ന ഇഷ്യൂ വീണ്ടും റിപ്പീറ്റേഷൻ വരുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഷോക്ക് കോസ് നോട്ടീസ് പോകേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് പോയാൽ മതി. സെയിം കാര്യം. Okay, fine. All right. And the service of such statement shall be deemed to be the service of notice on such person under subsection 1, subject to the condition that the grounds relied upon for such tax periods other than those covered under subsection 1 are same and as are mentioned in the earlier notice. അപ്പോൾ ബേസിക്കലി എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ഷോക്ക് കോസ് നോട്ടീസ് ആയിട്ട് തന്നെ കാണാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒറിജിനലി പോയ ഷോക്ക് കോസ് നോട്ടീസിന് അതേ വിഷയം തന്നെ ആയിരിക്കണം സബ്സെക്വന്റ് വന്ന സ്റ്റേറ്റ്മെന്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഓൾറെഡി പഠിച്ച സിമിലർ ആണ്, 73-74 കണ്ട സിമിലർ പ്രൊവിഷൻ ആണ്. ഇനി 74A5 പറയുന്നു, ദ പെനാൽറ്റി ഇൻ കേസ് വെർ എനി ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്, not been paid, short paid, erroneous refund, or ITC wrongly availed or utilized for any reason other than the reason of fraud or any willful misstatement or suppression of facts to evade tax,
shall be equivalent to 10% of the tax due or 10,000 whichever is higher. അപ്പോൾ ഇത് പെനാൽറ്റിയെ പറ്റിയാണ് പറയുന്നത്. For the reason of fraud or any willful misstatement or suppression of fact to evade tax shall be equivalent to tax. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രോഡ് ആണെങ്കിൽ 100%, നോൺ ഫ്രോഡ് ആണെങ്കിൽ 10% or 10,000 whichever is higher. സെയിം കഥ. അടുത്തത് 74A6 പറയുന്നത് the proper officer shall, after considering the representation, if any, made by the person charged with tax, determine the amount of tax, interest and penalty due from such person and issue an order. അപ്പോൾ ബേസിക്കലി ഷോക്കസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ യു കൻ ആക്ച്വലി ഗീവ് എ റെപ്രസെൻറ്റേഷൻ. നമുക്ക് പോയിട്ട് പ്രോപ്പർ ഓഫീസറെ കണ്ട് നമുക്ക് പറയാം, സർ ഇതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഷോക്കസ് നോട്ടീസ് വിഡ്രോ ചെയ്യും, പിന്നീട് ഓർഡർ വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെപ്രസെൻറ്റേഷൻ കേട്ടതിന് ശേഷം അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഓർഡർ നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഓക്കെ, നൗ the proper officer shall issue the order under subsection 6 within 12 months from the date of issuance of notice specified in subsection 2. അപ്പോൾ ഷോക്കസ് നോട്ടീസിന് കൂടെ 12 months, provided that where the proper officer is not able to issue the order within the specified period, the commissioner or an officer authorized by the commissioner senior in rank to the proper officer but not below the rank of joint commissioner of central tax may, having regard to the reasons for delay in issuance of the order under subsection 6 to be recorded in writing before the expiry of the specified period, extend the said period by further 6 months. So basically 12 months കൂടെ 6 months കൂട്ടാം. എന്താണ് കാരണം? പ്രോപ്പർ ഓഫീസർക്ക് വ്യക്തമായിട്ട് ആ ഓർഡർ ഇറക്കാൻ പറ്റുന്നില്ല, അതിനൊരു കാരണമുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു ഹയർ പെർമിഷൻ വേണം. ആ പെർമിഷൻ കൊടുക്കുന്നത് കമ്മീഷണർ ആണ്, ഓർ എനി ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ. നമ്മുടെ പ്രോപ്പർ ഓഫീസർ മുകളിലിരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, ജോയിന്റ് കമ്മീഷൻ താഴെ ഒരാളാവാനും പാടില്ല. അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പെർമിഷൻ കൊടുക്കേണ്ടത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഫർദർ 6 months. ഓക്കെ, ഫൈൻ. ഇനി the person chargeable with tax where any tax has not been paid or short paid or is refunded for any reason, for any reason other than the reason of fraud or any willful misstatement or suppression of fact to evade tax. ഇപ്പോൾ ഇത് പറയുന്നത് നോൺ ഫ്രോഡ് കേസ് ആണെങ്കിൽ before the service of notice under subsection 1, pay the amount of tax along with interest payable under section 50. നേരത്തെ നമ്മൾ ചാർട്ടിൽ എഴുതിയില്ലേ, ടാക്സ് ഇൻട്രസ്റ്റ് അടയ്ക്കാം based on his own ascertainment or the tax ascertained by the officer. ഒന്നില്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ ഓഫീസർ പറയുന്ന പോലെ. And you have to also inform the officer in writing of such payment. ഓഫീസർ അറിയിക്കണം in writing പേയ്മെന്റ് അടച്ചിട്ടുണ്ടെന്ന്. In such case, the officer shall not serve any notice under subsection 1 or any statement under subsection 3. And no penalty shall be payable under the provisions of this act. Clear അല്ലേ? Okay. After the shockers notice is issued, pay tax along with interest under section 50 within 60 days from the date of issuance of shockers notice. Again, no penalty shall be payable. All proceedings shall be deemed to be concluded. Easy. ഇനി 74A9, ഇത് മറ്റേ ഫ്രോഡിന്റെ കേസ് ആണെങ്കിൽ പറയാം, നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. The person charged with tax has been paid new by reason of fraud or any willful misstatement or suppression of fact. ഫ്രോഡ് ഉണ്ടെങ്കിൽ ബിഫോർ സർവീസ് ഓഫ് നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കണം, പെനാൽറ്റി ഈക്വൽ ടു 15% ഓഫ് ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓൺ അസർടൈൻമെന്റ് എല്ലാ ആക്ഷൻസും നിർത്തും. അത് ചോദിക്കോളൂ. ആഫ്റ്റർ ഇഷ്യൂൻസ് ഓഫ് നോട്ടീസ് ആണെങ്കിൽ വിത്തിൻ 60 days 25% എന്തടക്കണം, പെനാൽറ്റി അടക്കണം. ഇനി ഓർഡർ പാസ്സായതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 60 days ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ 50% പെനാൽറ്റി അടച്ചാലും നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. Where the proper officer is of the opinion that the amount of tax paid under clause 1 of subsection 8 or clause 1 of subsection 9 falls short of the amount actually payable, he shall proceed to issue the notice as provided for subsection 1 in respect of such amount which falls short. ഇത് വളരെ ഈസി, സംഭവം ഇത്രയേ ഉള്ളൂ. പ്രോപ്പർ ഓഫീസ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ആക്ഷൻ എടുക്കാനാണ് ഇരുന്നത്, നിങ്ങൾ വന്നിട്ട് 80,000 രൂപ അടച്ചു. ഓക്കെ, അപ്പൊ ബാക്കി 20,000 അതിനെന്തെത്ര ഷോക്കസ് നോട്ടീസ് ഇറക്കാം. നിങ്ങൾ 80,000 പെനാൽറ്റി അടക്കേണ്ട പോലെയൊക്കെ അടച്ച്, പെനാൽറ്റി അടക്കേണ്ട പോലെ എന്താ ഉദ്ദേശിച്ചത്, നോൺ ഫ്രോഡ് കേസ് ആണെങ്കിൽ ആദ്യം ഒന്നും അടക്കണ്ട, ഫ്രോഡ് കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ 15, 25, 50 അല്ലെ, അപ്പൊ നിങ്ങൾ 80,000 പ്രശ്നം സോൾവ് ആക്കി. പക്ഷെ ഇവിടെ ബാക്കി 20,000 ഇല്ലേ, അതിന് അദ്ദേഹത്തിന് ഷോക്കസ് നോട്ടീസ് അയക്കാൻ പറയുന്നു. ഓഫ് കോഴ്സ് മേക്ക് സെൻസ്.
notwithstanding anything contained in clause 1 or 2 of subsection 8, penalty under 1 of subsection 5 shall be payable where any amount of self-assessed tax or any amount collected as tax has not been paid within a period of 30 days from the due date of payment. You might remember this. ഞാനിത് 73-74 പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ടാക്സ് നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി ഇല്ലാതെ അടയ്ക്കാൻ ആകെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് 30 ദിവസമാണ്. അത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്തായാലും പെനാൽറ്റി അടച്ചേ പറ്റൂ. പക്ഷെ നോൺ ഫ്രോഡിന്റെ പെനാൽറ്റി അടച്ചാൽ മതി. അവിടെ തന്നെയാണല്ലോ പഠിച്ചത്. യു ആർ കളക്ടിങ് ടാക്സ് ഫ്രം കസ്റ്റമർ, യു ഹാവ് ടു പേ വിതിൻ 30 days. ആൻഡ് ഇഫ് യു ആർ ഡിലേയിങ് ദാറ്റ് beyond 30 days, you will have to definitely pay penalty, and that penalty is going to be the non-fraud case, 10% of tax or 10%, whichever is higher. Okay. All right. Waichoka explanation. The provisions of this section shall be applicable for determining of tax pertaining to the financial year 2024-25 onwards, and that also makes sense. We already പഠിച്ചു. Okay. ഇനി സെക്ഷനിൽ തന്നെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടോ? അവർ പറഞ്ഞല്ലോ എല്ലാ പ്രൊസീഡിങ്സും നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഓൾ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സെഡ് നോട്ടീസ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് 132. അവിടെ പഠിപ്പിച്ച പോലെ തന്നെ 132 എന്താണ്? ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ആണ്. അത് അവർക്ക് എന്തായാലും ചെയ്യാനായിട്ട് സാധിക്കും. But the notice under the same proceedings issued to main person liable to tax and some other persons, such proceedings against the main person have been concluded under the section. The proceedings under all the persons liable to pay tax under section 122 and 125 are also deemed to be concluded. ഇതൊക്കെ എന്താന്ന് വഴിയേ വരുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസി കോനോട്ടീസി എന്ന് പറഞ്ഞില്ലേ, സെയിം കാര്യം. എല്ലാവർക്കും ഉള്ള ആക്ഷൻ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്യും. ഇനി വാട്ട് ഡു യു മീൻ ബൈ സപ്രഷൻ? ഈ സപ്രഷൻ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ പണ്ട് സെക്ഷൻ 74 കൊടുത്തിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് 75A ഷിഫ്റ്റ് ചെയ്ത്. എന്താണ് സപ്രഷൻ? ദി എക്സ്പ്രഷൻ ഓഫ് സപ്രഷൻ ഷാൽ മീൻ നോൺ ഡിക്ലറേഷൻ ഓഫ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ which a taxable person is required to declare in the return, statement, report or any other document furnished under this act or the rules made thereunder, or failure to furnish any information on being asked for in writing by the proper officer. നമ്മൾ എന്തെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ടത് എന്തെങ്കിലും ഇൻഫർമേഷൻ കാണിക്കാതിരിക്കുക, ഇൻവോയ്സ് ഒക്കെ കുറച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയോ ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മളത് കൊണ്ടുപോകാതിരിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ സപ്രഷൻ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. And that seems fairly easy. അല്ലേ? Okay, fine. അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചോ. So with that we are done with section 74A.